ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജഗന് മൃത്യുദോഷമൊന്നുമില്ല. എന്നാലും ജഗന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ വഴിപാട് നടത്തിയത്. അത് അബദ്ധമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം കൂടി അറിഞ്ഞാൽ കൊള്ളാം. പറയാം. എന്റെ ഉപാസനാ ദൈവങ്ങളാണ് സത്യം. ഇപ്പൊ കാര്യങ്ങൾ നിനക്ക് മനസ്സിലായില്ലേ? ഇതെല്ലാം നമ്മളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി അപ്പച്ചിയും വിദ്യാർത്ഥിയും പ്ലാൻ ചെയ്ത് നടത്തിയ നാടകമാണ്. അവരിങ്ങോട്ടൊരു നാടകം കളിച്ച സ്ഥിതിക്ക് നമുക്ക് അവരുടെ മുന്നിൽ ഒരു നാടകം കളിക്കണ്ടേ? എന്ത് നാടകമാണെന്നല്ലേ പറയാം. നമ്മൾ തമ്മിൽ അകലാനല്ലേ അവർ ഈ നാടകം കളിച്ചത്. നമ്മൾ അവരുടെ മുന്നിൽ അകൽച്ച് അഭിനയിക്കുന്നു. എന്തു പറയുന്നു? അതുകൊണ്ട് എന്താ പ്രയോജനം എന്നല്ലേ പറയാം. എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. രാഷ്ട്രീയക്കാരനോടാണോ നാടകം? അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടോ? പഴഞ്ചൊല്ലല്ല, ജഗൻ ചൊല്ല്. ആഹാ, അച്ഛൻ ഇവിടെ വന്നിരിക്കാണോ? എന്താ ആലോചിക്കുന്നത്? എനിക്ക് മറ്റെന്താ ആലോചിക്കാനുള്ളത് മോളെ? ഞാനും ചന്ദ്രുവും രണ്ട് ശരീരവും ഒരു മനസ്സുമായി കഴിഞ്ഞിരുന്ന ആ കാലത്തെക്കുറിച്ച് തന്നെ. അന്നൊക്കെ വിവാഹ വാർഷികത്തിന് മുറിക്കുന്ന കേക്ക് കഴിക്കാൻ മനോജും പ്രകാശും തമ്മിൽ മത്സരിച്ചിരുന്നു. അതേ മക്കൾ തന്നെ ഇന്നും മത്സരിക്കുന്നു, അച്ഛനും അമ്മയും തമ്മിൽ കാണാതിരിക്കാൻ. മധുരം കഴിക്കാനുള്ള മത്സരം ഇന്ന് രക്ഷകർത്താക്കളെ കയ്പുനീര് കുടിക്കാനുള്ള മത്സരത്തിന് വഴി മാറിയിരിക്കുന്നു മോളെ. ചന്ദ്രുവിനോട് എന്തെങ്കിലും മിണ്ടാതെയും പറയാതെയും ഒരു ദിവസം പോലും തള്ളി നീക്കാൻ പറ്റാത്ത അവസ്ഥയാ. അച്ഛന് ആശ്വാസം പകരാൻ ഇന്ന് മകളുടെ സ്ഥാനത്ത് നീയല്ലേ ഉള്ളൂ. വല്ലപ്പോഴും ചന്ദ്രുവിനെ കാണാൻ ഒരു വഴി പറഞ്ഞതാ മോളെ. കള്ളവും കപടവും ഒക്കെ പ്രകാശേട്ടന്റെ കൂടപ്പിറപ്പുകളാ. അങ്ങനെയുള്ള മകനോട് അച്ഛനും ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ ആവാം. പ്രകാശേട്ടൻ അറിയാതെ വല്ലപ്പോഴും പുറത്തുപോയി അമ്മയെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല. അതിന് എന്റെ എല്ലാ ഒത്താശയും ഉണ്ടാകും. എന്താ, അതുപോലെ? ഐഡിയ കൊള്ളാം. പക്ഷേ ചന്ദ്രുവിന്റെ മൊബൈൽ ഫോൺ കംപ്ലൈന്റ് ആണല്ലോ. എവിടെ വെച്ച് കാണണമെന്ന് പ്ലാൻ ചെയ്യാൻ കഴിയില്ലല്ലോ മോളെ.
തൽക്കാലം മീനാക്ഷിയുടെ ഫോണിൽ വിളിച്ച കാര്യങ്ങൾ സംസാരിച്ചാ മതി. അച്ഛൻ അമ്മയ്ക്ക് ഒരു പുതിയ ഫോൺ വാങ്ങിക്കൊടുക്കണം. വില കൂടിയ സ്മാർട്ട് ഫോണൊന്നും വേണ്ട. അത്യാവശ്യം കാര്യങ്ങൾ അറിയാൻ ഒരു സാധാരണ ഫോൺ മതി. അപ്പോ കോണ്ടാക്ട് പ്രശ്നവും പരിഹരിക്കാം. ശരി, അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോ അമ്മായി അമ്മയ്ക്കും അമ്മായി അച്ഛനും ഇടയില് മരുമോള് രഹസ്യമായ ഒരു പാലവും തീർത്തു. ഇപ്പോ വേദനയൊക്കെ സഹിക്കാവുന്ന അവസ്ഥയിലായില്ലേ? അതെ, വഴിപാട് നടത്തിയപ്പോണ്ടായ മുറിവല്ലേ, കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും. പക്ഷേ അധികം വേദനിക്കാതെ ദൈവം കാത്തോളൂ. കഠിനമായ നേർച്ച നടത്തി കൈയും കാലും ഒക്കെ മുറിച്ചു വെച്ചത് ഇപ്പൊ അബദ്ധമായെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, എന്നൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അപ്പച്ചി കള്ളപ്രവചനം നടത്തിയതാണെന്ന് മനസ്സിലായി. ജഗന് മൃത്യുദോഷമൊന്നുമില്ല, എന്നാലും ജഗന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ വഴിപാട് നടത്തിയത്. അത് അബദ്ധമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം കൂടി അറിഞ്ഞാൽ കൊള്ളാം. പറയാം. ജഗന് ഭാവിയിൽ മൃത്യുദോഷം ഉണ്ടായി എന്നിരിക്കട്ടെ, ആ, അന്ന് മരണം തൊട്ടു മുന്നിൽ വന്നാലും ആപത്തൊന്നും സംഭവിക്കാതെ മാറിപ്പോവും. അത് ഞാൻ ഇപ്പൊ നടത്തിയ വഴിപാടിന്റെ ശക്തി കൊണ്ടായിരിക്കും. മനസ്സിലായോ? ക്ഷേത്രക്കിണറ്റിൽ നിന്ന് കോരിയെടുത്ത 101 കുടം വെള്ളോ ശ്രീകോവിൽ എത്തിച്ചത് ശിവധാര നടത്താൻ. അതിൽ സംതൃപ്തനായ ശിവഭഗവാനുണ്ടല്ലോ, ജഗനെ എല്ലാ ആപത്തൊന്നും രക്ഷിച്ചോളും. ആർക്കെങ്കിലും മരണത്തിന് സമയമായ മരിച്ചല്ലേ പറ്റൂ. അപ്പൊ പിന്നെ ശിവഭഗവാനെ രക്ഷിക്കാൻ പറ്റുമോ? കഴിയും. മാർക്കണ്ഡേയന്റെ കഥ കേട്ടിട്ടില്ലേ? ഇല്ല. മഹാശിവഭക്തനായിരുന്ന മാർക്കണ്ഡേയന് 16 വയസ്സ് വരെ മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. 16-ാം വയസ്സിൽ ആയുസ് എടുക്കരുതെന്ന് മാർക്കണ്ഡേയൻ ശിവഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ വയസ്സ് 16 ആയപ്പോ കാലൻ മാർക്കണ്ഡേയന്റെ ആയുസ് എടുക്കാനെത്തി. അവിടെ ശിവനും പ്രത്യക്ഷപ്പെട്ടു. തന്റെ ഭക്തനായ മാർക്കണ്ഡേയന്റെ ആയുസ് എടുക്കാതെ തിരിച്ചു പോകാൻ ശിവൻ കാലനോട് ആജ്ഞാപിച്ചു. മാനത്തെ കൊട്ടാരം